പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വളരെ ശക്തിയേറിയ ഒരു മെസ്സേജ് നമ്മൾ കേട്ടു. ഇനി വളരെ ശാന്തമായ അല്പസമയം ദൈവവചനം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വളരെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറയണം. അല്ലേ, അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നിത്യതയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പം തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ദൈവം മരിച്ചതിന് ശേഷം മാത്രം, ചില മതങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പോലെ മരിച്ചതിന് ശേഷം മാത്രം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കും ദൈവമാണെന്ന്. ക്രിസ്തീയ വിശ്വാസം അതല്ല. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുന്നതും സ്നേഹിക്കുന്നതും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുന്നതും ഒന്നും എന്നെങ്കിലും മരിക്കുമ്പോൾ നിത്യതയിൽ സ്വർഗത്തിലൊരു സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചല്ല. ഓരോ നിമിഷവും ഓരോ ദിവസവും എൻ്റെ കൈവിട്ടിച്ച് ഇന്നിന്നുള്ള കാര്യങ്ങളെ ഗൈഡ് ചെയ്യുന്ന നല്ലൊരു പിതാവായി കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം അതാണ്, അല്ലേ? കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. എന്നെങ്കിലും സ്വർഗത്തിൽ നിത്യതയിൽ പോകാൻ വേണ്ടി അല്ല ക്രിസ്തീയ ജീവിതം ഉള്ളത്. അത് ദിനം തോറും മണിക്കൂർ തോറും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും അങ്ങനെ തന്നെയാണ് കർത്താവിനെ സേവിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നിത്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ലോകപരമായ കാര്യങ്ങളിൽ നമ്മുടെ ദിനംതോറും ജീവിതത്തിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ട് നിത്യത നഷ്ടപ്പെടരുത്. അതിനോടുള്ള ദൂതുകളാണ് ദൈവദാസന്മാർ ഓർമ്മിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിത്യത വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച പ്രിയ എർബർട്ട് പാസ്റ്ററിൻ്റെ പിതാവ് നിത്യതയിലേക്ക് ചേർപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ എമിസസിൻ്റെ പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. നമ്മുടെ മരണമോ കർത്താവിൻ്റെ ഓരോ ഏത് നിമിഷം നടക്കുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ഈ ശരീരം വിട്ടാൽ എവിടെ പോകും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിനുകൂടിയാണ് വചനവും ആത്മീയ ജീവിതവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ നിത്യത എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമുക്ക് ഈ ജീവിതത്തിൽ ഇവിടെ എന്താവശ്യമുണ്ടോ നമ്മുടെ ദൈവം ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകുന്നതാണ്. ഹല്ലേലൂയ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നിമിത്തം നിങ്ങൾ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെ എന്ത് വിട്ടാൽ, നിലങ്ങളോ വിട്ടാൽ വരുവാനുള്ള ലോകത്തിൽ മാത്രമല്ല ഈ ലോകത്തിലും തരും. കാര്യം കർത്താവിൻ്റെ നാമം നിമിത്തം നമ്മൾ ഉപേക്ഷിക്കുന്നതിനെല്ലാം കർത്താവ് നമുക്ക് പ്രതിഫലം. ദാവീദ് 27-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ ഗോവിടെ നന്മ കാണും എന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്ന് പറയുന്നുണ്ട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ കർത്താവ് നമ്മളെ നിത്യതയിൽ ചേർക്കുക മാത്രമല്ല ഇവിടെ ആവശ്യമുള്ളതും കൂടെ നമുക്ക് നൽകും. പക്ഷേ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടുകൂടെയാണ്. അതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുഖവരറിഞ്ഞ് മുൻപോട്ട് പോകുന്നില്ല. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25ഉം 26ഉം നമുക്ക് വായിക്കാം. ആ സമയം തന്നെ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ എടുത്തു വെക്കാം. അത് വായിക്കണ്ട. ആദ്യം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല. അതായത് ഈ ശരീരത്തിൻ്റെ ഒരു വേർപാടുണ്ട്. അത് നിത്യതയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ദൈവിക സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് നിത്യമായ മരണമില്ല. മുമ്പേയൊക്കെ നമ്മൾ വായിച്ചു കേട്ട വാക്യം പോലെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഇത് രണ്ടാമത്തെ മരണം എന്ന് പറയുന്ന ആ നിത്യ അഗ്നിയിലേക്ക് ഉള്ള മരണം ഒരു ദൈവത്തിനെ സംബന്ധിച്ചില്ല, ക്രിസ്തു ഉള്ളിലുള്ളവനില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് യേശു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. യേശു നിത്യതയോട് ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളപ്പോൾ ഒത്തിരി ഉപമകൾ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ ഒത്തിരി ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ഒത്തിരി ഉപമകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി സംഭവ കഥകൾ യേശു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഥകൾ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപമയായിട്ട് യേശു പറഞ്ഞിട്ടുണ്ട്. നിത്യതയോടുള്ള ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒന്നിച്ചിന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക്
നന്നായിട്ട് സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ, കൊച്ചായിരുന്നപ്പോൾ മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആരാ? ലാസറിൻ്റെയും ധനവാന്റെയും കഥ, ഉപമ. യേശു 4 നാൾ കഴിഞ്ഞ് ഉയർപ്പിച്ച ലാസറിനെ കുറിച്ചല്ല. ആ ലാസറേ അല്ല ഇത് മറ്റൊരു ലാസറും ധനവാനായ ഒരു മനുഷ്യനും. സൺഡേ സ്കൂളിൽ ഒരു പ്രാവശ്യം ഒരു ടീച്ചർ ഭയങ്കരമായിട്ട് ആഴത്തിൽ ഒത്തിരി മെനക്കെട്ടൊരു 3-ാം ക്ലാസ്സിലുള്ള ഒരു മോനെ പിടിച്ചിരുത്തി അദ്ദേഹത്തിന് മാക്സിമം ഇവൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറട്ടെന്ന് പറഞ്ഞ് നന്നായിട്ട് ടീച്ച് ചെയ്തിട്ട് കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിനക്കിതിൽ ആരാകണം? കൊച്ചു പറഞ്ഞു, ഇവിടെ ധനവാനും അങ്ങ് ചെല്ലുമ്പോൾ ലാസറും. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ പലരും ആ ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലാസറിൻ്റെയും ധനവാന്റെയും സംഭവം നമുക്കറിയാം. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രം ധരിച്ച് പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതനാസ്ഥലത്ത് അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഈ സംഭവം നമുക്ക് അറിയാവുന്ന സംഭവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒറ്റ വാക്യത്തിൽ അലക്ഷ്യമായിട്ട് നമ്മൾ ഈ ഭാഗം വായിച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യമോ. ഞാൻ പറഞ്ഞില്ല, അലക്ഷ്യമായിട്ട് ചുമ്മാ ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ലോകത്ത് പണമോ സമ്പത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നരകത്തിലേക്ക് പോകും. ഈ ലോകത്ത് വ്രണവും കാര്യങ്ങളും പൈസയൊന്നും ഇല്ലാതെ ദരിദ്രനായൊക്കെ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. അതാണോ യേശു പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പഠിപ്പിക്കാനാണോ ഈ യേശു ഈ ഭാഗം പറഞ്ഞത്? ഇതൊരു ഉപമയല്ല യേശു പറഞ്ഞത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ 1-ാം വാക്യം ഞാൻ വായിച്ച ആദ്യ ഭാഗത്തിൽ ധനവാൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യേശു നടന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. യേശുവിൻ്റെ ഉപമയൊക്കെ പറയുമ്പം നടക്കാത്ത കാര്യം പറഞ്ഞാണെങ്കിൽ, യേശു ഈ ലൂക്കോസ് സുവിശേഷം 15 ഒരു ഭാഗം എടുക്കണ്ട, ലൂക്കോസ് 15 ഈ ഉപമകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, നിങ്ങളിൽ ഒരാൾക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വല്ലതും ആണോ പറഞ്ഞത്? ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അങ്ങനെയല്ല യേശു ഇത് തുടങ്ങുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യേശു കള്ളം പറയത്തില്ലല്ലോ. അപ്പോൾ ഇതൊരു സംഭവ കഥയാണ് യേശു ഇവരോട് സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഒരു കാര്യം, നമ്മുടെ നിത്യത എവിടെ പോകണമെന്ന് നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിക്കാൻ യേശു വളരെ സിമ്പിളായിട്ട് അവരോട് പറഞ്ഞ ഒരു കഥയാണ്. ചില പറയുന്നു നിത്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞു, പേടിപ്പിക്കാനല്ല, പേടി വരാനല്ല, അങ്ങോട്ടല്ല നമ്മൾ പോകുന്നതെന്ന് പറയാൻ വേണ്ടിയാണ്. യേശുവിനെ സ്വീകരിച്ച് യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം ഇതിന് പ്രത്യാശയുണ്ട്. അവരൊന്നും പോയാൽ നിത്യനരകത്തിലേക്കല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ക്രിസ്തുവിനോട് ചേരുകയാണെന്നുള്ള നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാൻ വേണ്ടിയാണ്. വിശേഷ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി വചനം അവരുടെ ഉള്ളിൽ വരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനു വേണ്ടി, അങ്ങോട്ട് പോകാൻ വേണ്ടിയല്ല, പോകാതിരിക്കാൻ വേണ്ടി ഈ തിരുവചനം നമ്മൾ കേൾക്കുകയും അല്ലെ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളായത്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വിശ്വാസത്തിൽ വരികയും യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ അകത്ത് ഇരിക്കുകയും ചെയ്തില്ല. ചില കാര്യങ്ങൾ മാത്രമേ സത്യമുള്ളെങ്കിൽ അല്ലേ നമ്മൾ ഒരിക്കലും ആ വിശ്വാസത്തിലേക്ക് വരും. അപ്പം ആ വിശ്വാസം നമ്മൾ വിട്ടുകളയരുത്. ഇതിനകത്തുള്ള എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. അതൊരു ദൈവവേദന അല്ലേ, ഒരു വള്ളിയും പുള്ളിയും മാറിപ്പോകുകയില്ല അല്ലേ. യേശു തന്നെ പറഞ്ഞു, അങ്ങനെ മാറ്റിയാൽ നമുക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പറയുന്ന ദൈവം എന്ന് പറയുന്നത് സത്യമാണ്, നിത്യത എന്ന് പറയുന്നത് സത്യമാണ്, സ്വർഗമെന്ന് പറയുന്നത് സത്യമാണ് അല്ലേ. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ നരകമെന്ന് പറയുന്നതും പിശാചെന്ന് പറയുന്നതും മരണം, പുനരുദ്ധാനം, ഹല്ലേലൂയ, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം യേശു പറഞ്ഞ കഥകളിലും യേശുവിൻ്റെ പ്രസംഗത്തിലും ഉപമയിലും എല്ലാം പറയുന്ന ഈ നരകവുമുണ്ട്, സ്വർഗവുമുണ്ട്, യാതനാസ്ഥലമുണ്ട്, നിത്യശിക്ഷാവിധിയുണ്ട്, ഇതെല്ലാം സത്യമാണ്.
അത് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഇങ്ങനെയുള്ള സംഭവത്തിലേക്ക് കടക്കുവാനായിട്ട്. പക്ഷെ ഒരു സന്തോഷമുണ്ട്, ഈ നരകവും തീപ്പുച്ചുകളെയും ഒന്നും ഉണ്ടാക്കിയത് ദൈവം സൃഷ്ടിച്ചത് തന്നെ നമുക്ക് വേണ്ടിയല്ല. അത് സാത്താനോട് ചേർന്ന് ദൂതന്മാർക്കും അല്ലേ എല്ലാമാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ അവനോട് ജോയിൻ ചെയ്ത് അവൻ്റെ സാക്ഷ്യത്തിൽ നിൽക്കുന്ന, അവനോടൊപ്പം ചലിക്കുന്ന ചിലരെ കൂടെ അരത്ത് തള്ളിയിടും. അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും ആ കൂട്ടത്തിലാകാതിരിക്കാനാണ് ഇന്ന് പൽക്കാലം ഈ ദൈവവചനം ശാന്തമായി ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ഉപമയ്ക്കകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പേ രണ്ട് കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഒന്ന്, ഹല്ലേലൂയ, ധനവായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത് അല്ലേ. അപ്പം യേശുവിന് ധനത്തോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മൾ കയറാൻ. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചിൽ ദീർഘമായ വിശദീകരണത്തിന് ആവശ്യമില്ല. ഞാൻ നേരത്തെ ഒക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യേശു ഇവിടെ ആയിരുന്നപ്പോൾ യേശുവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ധനത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. യേശുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ യൂദയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പണത്തിൽ നിന്ന് ദരിദ്രർക്ക് പോലും കൊടുത്തിരുന്നു. അതായത് യൂദ എഴുന്നേറ്റ് പോയപ്പോൾ അവർ സാധാരണ ചെയ്യുന്നത് പോലെ ദരിദ്രർക്ക് കൊടുക്കാൻ പോയിരുന്നു എന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും യേശു എങ്ങനെയാണ് പണത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമ്മൾ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് അതിന് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മറ്റൊരിക്കൽ പിന്നെ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്നാൽ യേശു പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ധനത്തോടുള്ള ബന്ധത്തിൽ പഠിപ്പിച്ച ചില കാര്യങ്ങൾ. ഒന്ന്, യേശു പറഞ്ഞു, ദൈവത്തെയും മാമോനെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് സേവിക്കാൻ കഴിയില്ല. അപ്പം പിശാചിനെ പോലും ദൈവത്തോട് ഉപമിച്ച് അല്ലെങ്കിൽ ഈക്കിലാക്കിയ ഒരു വചനം ബൈബിളിലേ ഇല്ല. പക്ഷേ മാമോൻ എന്ന് പറഞ്ഞാൽ ധനത്തെ ഈക്കിലാക്കി പറയുന്നുണ്ട് അല്ലേ. കാര്യം ഹല്ലേലൂയ, ധനത്തെ ഈക്കിലാക്കി പറയുന്നുണ്ട്. കാര്യം ദൈവത്തെയും പണത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. എന്ത് ചെയ്യണം? ദൈവത്തെ നമ്മുടെ യജമാനാക്കണം, ഹല്ലേലൂയ, പണത്തെ നമ്മുടെ അടിമയാക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൽ അത് പ്രയോജനം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പണം നമ്മുടെ അടിമയായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പണം നമ്മുടെ യജമാനായാൽ ഭയങ്കര ഡേഞ്ചറാ. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ അനീതിയുള്ള മാമോനെ യേശു ഇതിനെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത്, അനീതിയുള്ള മാമനെ കൊണ്ട് നിങ്ങൾക്ക് നിത്യകൂടാരങ്ങളിൽ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളാൻ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഇത് വിതച്ചാൽ നിത്യകൂടാരങ്ങളിൽ സ്നേഹിതന്മാരെ നിത്യതയിൽ ചിലരെയും കൊണ്ട് കാഴ്ച വെക്കുവാൻ നമുക്കിത് ഉപകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ നമ്മുടെ യജമാനാക്കുക, പരിശുദ്ധാത്മാവിൽ നാം നിയന്ത്രിക്കപ്പെടുക, അതിൽ നാം ചലിക്കപ്പെടുക. പണം നമ്മുടെ അടിമയായിരിക്കട്ടെ. അത് നമ്മളെ ഭരിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാനോ ദ്രവ്യാഗ്രഹം ഉണ്ടാകാനോ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. യേശു പഠിപ്പിച്ചതാണ്. രണ്ടാമത് യേശു പണത്തെക്കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ഭയങ്കരം അല്ലേ കഷ്ടം. ഹല്ലേലൂയ. അപ്പം ശിഷ്യന്മാർ ഇത് കേട്ട് ഞെട്ടിപ്പോയി. 10 രൂപ കാശെങ്കിലും കയ്യിലെടുക്കാനില്ലാത്ത ആരുണ്ട്? ശിഷ്യന്മാർ നോക്കോ, ഇച്ചിരിയെങ്കിലും അല്ലേ, ആരുടെ കയ്യില്ല. ഇപ്പം ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, കർത്താവേ, എന്നാ പിന്നെ ഇത് ആർക്ക് പറ്റും? നമ്മുടെ ചോദ്യം പോലെ, കർത്താവേ, ഇത് ആർക്ക് പറ്റും? ഹല്ലേലൂയ. അപ്പം ദ്രവ്യാഗ്രഹിയായ ഒരു മനുഷ്യൻ, ധനവാൻ, ഹല്ലേലൂയ, ധനവാൻ എന്ന ചിന്തയുള്ളവൻ, ദ്രവ്യാഗ്രഹിയായ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നത് ഇതാണ്. അല്ലെങ്കിൽ ധനം കയ്യിലുള്ളവനെ കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇത് മനുഷ്യർക്ക് അസാധ്യം, പക്ഷേ ദൈവത്താൽ ഇത് സാധ്യം. പ്രൈസ് ദി ലോർഡ്. ഏത് മനുഷ്യനെ സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കാൻ പരിശുദ്ധാത്മാവിനും ദൈവത്തിനും കഴിയുമെന്ന് യേശു അവരെ പഠിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 3, ഹല്ലേലൂയ, ഒരു ധനവാനായ ഒരു യുവാവ് യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന കൽപ്പനകൾ കാര്യങ്ങളെല്ലാം അനുസരിക്കുന്നു. ഹല്ലേലൂയ, സ്വർഗത്തിൽ പോകാൻ എന്ത് വേണം എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു കാര്യമേ ഉള്ളൂ, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്ന് എന്നെ അനുഗമിക്കുക. അതെല്ലാവരോടും പറഞ്ഞില്ല. യേശു 33.5 വർഷം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒറ്റ മനുഷ്യനോട് പറഞ്ഞു. എന്താണെന്നറിയോ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അവൻ്റെ ഉള്ളിലുള്ള ദ്രവ്യാഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ആ ഒറ്റ ഒരുവനോട് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം അനുസരിച്ച്. ഇപ്പം ഞാൻ ഒരു കാര്യം ഇവിടെ നിർത്തിയിട്ട് പറയാം. ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ഏതിനെ സ്നേഹിക്കുന്നോ
ആ മനുഷ്യൻ പണത്തെ സ്നേഹിച്ച, പക്ഷേ ദൈവത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പദവിയെ സ്നേഹിക്കുന്നെങ്കിൽ, എതിനെ സ്നേഹിച്ചാലും ദൈവം ചിലപ്പം വിട്ടിട്ട് വരാൻ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിനെ പരീക്ഷിച്ചതുപോലും നിന്റെ ഏകനായി നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ, ദൈവത്തെയാണോ ഇസാക്കിനോടാണോ സ്നേഹം കൂടുതലെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്, അല്ലേ ദൈവം ചെയ്തത്. ഹല്ലേലൂയ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം അതിനെ തൊടും. അതുപോലെ ഈ ചെറുപ്പക്കാരനെ തൊട്ടു. പക്ഷെ അവൻ തിരിച്ചു വന്നോ? ഇല്ല. അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. അവൻ അതുവഴി അങ്ങനെ പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു മനുഷ്യന്റെ കഥ പറയുന്നു. ഒന്ന് എടുത്തേക്കാം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. യേശു ധനവാനായ ഒരു മനുഷ്യന്റെ കാര്യം അവിടെയും പറയുന്നുണ്ട്. അവൻ സ്വത്തെല്ലാം കളപ്പുരയിൽ കൂട്ടിവെച്ചു, അല്ലേ? എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു തിന്നുക കുടിക്കുക, അല്ലേ എന്ന് തന്നോട് തന്നെ പറഞ്ഞൊരു മനുഷ്യന്റെ കഥ. അത് മുഴുവനും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 15-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. ഒരുവന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവക അല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്. അപ്പൊ യേശു പറഞ്ഞത് കേട്ടോ, ഒരുത്തന് സമൃദ്ധി ഉണ്ടാകണ്ടെന്നല്ല, ഒരുത്തന് സമൃദ്ധി ഉണ്ടെങ്കിലും അവൻ്റെ വസ്തുവകയല്ല, അവൻ്റെ സമൃദ്ധി കൊണ്ടോ അവൻ്റെ പണം കൊണ്ടോ അവൻ്റെ വസ്തുവക കൊണ്ടോ സ്വർഗരാജ്യം നേടാൻ കഴിയത്തില്ല. മനസ്സിലായോ? യേശു പറഞ്ഞു അവൻ്റെ വസ്തുവകയല്ല, ഹല്ലേലൂയ, ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഉപമ പറഞ്ഞു നിർത്തുമ്പോൾ യേശു പറഞ്ഞ ആ ഒരു പദവും കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 21-ാം വാക്യം, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും. അപ്പൊ ആ മനുഷ്യൻ കൂട്ടിവെച്ചതോ കളപ്പുരയിൽ നിറച്ചതോ ഒന്നുമല്ല യേശു തെറ്റായിട്ട് പറയുന്നത്. ആ മനുഷ്യന്റെ 2 തെറ്റ് നമ്മൾ വായിച്ച വാക്യം. ഒന്ന്, തനിക്കു തന്നെ വേണ്ടി നിക്ഷേപിച്ചു. പാസ്റ്റർ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുന്നില്ല അവൻ. മനസ്സിലായോ? തനിക്കുള്ളതെല്ലാം തൻ്റെ സ്വന്തമെന്ന് പറഞ്ഞ് തനിക്ക് വേണ്ടി കൂട്ടിവെച്ചു. 2, അവൻ്റെ തെറ്റ്, ദൈവവിഷയമായി അവൻ സമ്പന്നനായില്ല. അവനവൻ്റെ കളപ്പുര നിറച്ചു, ഭൗമികമായി അവൻ സമ്പന്നനായി. പക്ഷേ യേശു അവനിൽ കണ്ട കുറവ്, അവൻ ദൈവവിഷയമായി സമ്പന്നനായില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെ വേണം നാം യേശുവിൻ്റെ സമ്പത്തിനോടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഹല്ലേലൂയ. അവിടെ പൗലോസ് എഴുതിയ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 തീമോഥെയോസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അത് തന്നെ, അത് അല്ലല്ല, ഇപ്പം വായിച്ചതാണ് കറക്റ്റോ. ആമീൻ. അപ്പൊ പൗലോസ് ദൂതെഴുതി വരുമ്പോൾ ഈ ലോകത്തിലെ ധനവാന്മാരോട് പറയുന്ന ഒരു വാണിംഗ് ഉണ്ട്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളാനും ആജ്ഞാപിക്കുക. പൗലോസ് തൻ്റെ നിജപുത്രനായ തീമോഥെയോസിന് പറയുക, നീ ചർച്ചിൽ ഇത് ഉപദേശിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ പുതിയ മതത്തിൽ ഇതിൽ ഇങ്ങനെ കണക്റ്റായ ഒത്തിരി പദങ്ങൾ അല്ലെ പുതിയ മതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫിലോമോനെ കുറിച്ച് നമുക്കറിയാം. അത് ചർച്ച് പാസ്റ്റർ ആയിരുന്നു, പക്ഷെ ഒത്തിരി അടിമകളുള്ള ധനാഠ്യനായിരുന്നു. എൻ്റെ ചർച്ചിലെ അല്ലെ വീട്ടിൽ ചർച്ച് ഉണ്ടായിരുന്നു, ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരുന്നു. അങ്ങനെ പല ആൾക്കാരെ കുറിച്ച് നമ്മൾ പുതിയ മതത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ദൈവം തരുന്ന നന്മകൾ ദൈവരാജ്യത്തിന് പ്രയോജനമാകണം, ആ മറ്റുള്ളവർക്ക് പ്രയോജനമാകണം. ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ മുൻപിൽ അത് വിതയ്ക്കാൻ തയ്യാറായി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി കൂടി അത് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരണം. അതാണ് ധനവാന്മാരോടുള്ള ഉപദേശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലൊക്കെ പറയുന്നു, നിന്റെ കൈകൊണ്ട് നീ സമ്പത്തുണ്ടാക്കിയാൽ നീ അഹങ്കരിക്കരുത്. അതിനുവേണ്ടി നിനക്ക് ആരോഗ്യവും തന്ന അവസരവും തന്ന ദൈവത്തെ നീ ഓർക്കണം, ആ ദൈവത്തെ നീ സ്തുതിക്കണം, ദൈവത്തെ നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് ദൈവമക്കൾ വിതയ്ക്കുന്നുണ്ട്.
ആ വിത എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിനുള്ള ദൈവമക്കളുടെ വിതയാണ്. അതൊരു ദൈവദാസന്റെ ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ മേളിൽ ബാങ്ക് ബാലൻസ് കൂട്ടാനുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ദൈവരാജ്യത്തിൽ കണക്ക് പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്ന ആ വിത സീഡ് സുവിശേഷീകരണത്തിന് വിതയ്ക്കുന്നത് സുവിശേഷീകരണത്തിനാണ് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ചർച്ച് എന്ന് പറയുന്നത്, ഞാൻ ഒരു പദം പറയുന്നതിൽ ക്ഷമിക്കണം, ചർച്ച് എന്ന് പറയുന്നത് റോട്ടറി ക്ലബ്ബോ ലയൺസ് ക്ലബ്ബോ അല്ല, ചാരിറ്റി ക്ലബ് അല്ല. ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരി അത് ചെയ്യണ്ട എന്നല്ല, നമ്മൾ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ ഇടപെടുകയും അത് നമുക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്ന് അത് കാര്യങ്ങളിലെല്ലാം കൂട്ടായ്മ കാണിക്കണം. കാര്യം ഒരേ ശരീരത്തിൻ്റെ അംശികളാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അകത്തെ വിത ഏറ്റവും പ്രധാനമായി സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്നൊരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ പദം വിടുകയാണ്. ഒന്ന്, യേശുവിന് സമ്പത്തിനെ കുറിച്ചുള്ള അത് നമ്മൾ മനസ്സിലാക്കാതെ ധനവാന്റെ ചിന്ത വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, അശ്രദ്ധമായി വായിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരാളിനെ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ യേശു പറഞ്ഞ ഈ പദങ്ങളെക്കുറിച്ച് പറഞ്ഞത്. രണ്ട്, നമ്മൾ ഇതിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇതിനകത്ത് പറയുന്നൊരു പദമാണ് പാതാളം. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച മെസ്സേജ് പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം തൊട്ടുവിട്ടു. പാതാളമല്ല നരകം. ഞാൻ പറഞ്ഞു, അത് മനസ്സിലാക്കേണ്ട നമ്മൾ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം പാതാള പർദീസ, ഈ മനുഷ്യനെ ഈ ലാസറിന്റെ ആത്മാവിനെ ദൂതന്മാരാ കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരാ കൊണ്ടുപോയത്. ഒരു ദൈവവേദൽ മരിക്കുമ്പോൾ വേറെ മൃഗത്തിന് മേളിൽ വരുന്ന ആൾക്കാരും അല്ല കൊണ്ടുപോകുന്നത്. അവർ പേടിക്കില്ല, അവർ പ്രത്യാശയോടെ, പ്രൈസ് ദി ലോർഡ്, ദൂതന്മാർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ദൂതന്മാരാ കൊണ്ടുപോകുന്നത്. എത്രയോ ഭക്തന്മാരുടെ മരണം വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ അവർ അന്ത്യത്തിലേക്ക് എൻ്റർ ചെയ്തൊക്കെ അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. ഞാൻ ടൈം എടുക്കുന്നില്ല, മറ്റൊരിക്കൽ നമുക്ക് ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ദൂതന്മാർ കൊണ്ടുപോയി. അപ്പം ഈ ലാസറിന്റെ ആത്മാവിനെ കൊണ്ടുപോയത് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് അത് പാതാള പർദീസയാണ്. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ എടുത്ത് നമുക്ക് മറ്റൊരിക്കൽ എപ്പോഴെങ്കിലും ബൈബിൾ ക്ലാസ്സിൽ നമുക്ക് ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. പുതിയ ആൾക്കാരും കൂടെ ഉണ്ടല്ലോ, അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ എൻ്റെ രക്തചുരുക്കം പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, രണ്ട് പർദീസയുണ്ട്. ഒന്ന് പാതാള പർദീസയുണ്ട്, ഒന്ന് സ്വർഗീയ പർദീസയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ലാസറിന്റെ ആത്മാവിനെ കൊണ്ടുപോയത് പാതാള പർദീസയാണ്. അപ്പം പർദീസ എന്ന് പറയുന്നിടത്ത് 3 പാർട്ടുണ്ട് നമുക്കവിടെ കാണാം. ഒന്ന്, ലാസർ ഇരിക്കുന്ന അബ്രഹാമിന്റെ മടി എന്ന് വിളിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ആ പാതാള പർദീസ. 2, യാതനാ സ്ഥലം എന്ന് നമ്മൾ വിളിക്കുന്ന ആ സ്ഥലം. അവിടെ നിന്ന് മേളോട്ട് നോക്കിയാൽ ഇത് കാണാം. ഹല്ലേലൂയ. എന്നാൽ ഇതിന് രണ്ടിനെയും നടുക്ക് ഒരു വലിയ വിടവുണ്ട്, ഒരു അഗാധ കൂപമെന്ന് അതിന് പറയാം. ഹല്ലേലൂയ. അത് ഒരു പക്ഷേ പാപം ചെയ്ത ദൂതന്മാരെയൊക്കെ പാർപ്പിക്കാൻ അവരെ ഇടാൻ ഉണ്ടായിരിക്കുന്ന അഗാധ കൂപമാവാം. അത് ഒരു വലിയ പിളർപ്പ് ഇതിൻ്റെ നടുക്കുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പ്രവേശനമില്ല. അതാണ് യേശു ഏറ്റവും പ്രധാനമായും ഈ ദൂതിൽ ഫോക്കസ് ചെയ്യുവാനിടയായി തീർന്നത്. യേശു പഠിപ്പിച്ച ഈ ദൂതിൽ ഏറ്റവും പ്രധാനമായിട്ട്, അപ്പം മലയാളം ബൈബിൾ നമ്മൾ ചിലവും പഠിച്ചാൽ അതിൻ്റെ ഗ്രീക്ക് പദത്തിൽ ഹെഡീസ് എന്ന പദം, അദൃശ്യ സ്ഥലം എന്ന പദം വരുന്നുണ്ട്. ഗിഹേന എന്ന അഗ്നിനരകം എന്ന പദവും, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളം ബൈബിളിൽ ചില ഭാഗത്തൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അത് ഇതിനെക്കുറിച്ച് ബൈബിൾ ക്ലാസ് പഠിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് പഠിപ്പിക്കാം. അത് മറ്റൊരിക്കലും നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ പഴയ ഭക്തന്മാരെല്ലാം പോയത് ഈ ഭാഗത്താണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. പ്രൈസ് ദി ലോർഡ്. അപ്പം ചിലർ മനസ്സിൽ വിചാരിക്കട്ടെ, പാതാളത്തിലേക്ക് ആണോ പഴയ ഭക്തന്മാരെ വിട്ടെന്ന് ചോദിച്ചാൽ, ഈ പാതാളത്തിന് ഞാൻ പറഞ്ഞല്ലോ 3 പാർട്ടുണ്ട്. ആ പാർട്ടിൽ ഒന്നായ പാതാള പർദീസയിലേക്കാണ് പഴയ ഭക്തന്മാരെല്ലാം പോകുവാനിടയായി തീർന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, പല ഭക്തന്മാരും അവിടെ പോകാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം എടുക്കണ്ട ആ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു പോകാം, നമുക്ക് വായിക്കാൻ സമയമില്ലല്ലോ, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്യാം. ഇയ്യോബിന്റെ പുസ്തകം 17:13 വായിക്കുന്നു, ഞാനോ പാതാളത്തെ എൻ്റെ വീടായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇയ്യോബ് അങ്ങോട്ട് പോകാൻ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യോബിനെ കാണാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് 37-ാം അധ്യായത്തിലും 44-ാം അധ്യായത്തിലും യാക്കോബ് പറയുന്ന പദമുണ്ട്, എൻ്റെ നരയെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിലേക്ക് വിടുമോ?
ഞാൻ എൻ്റെ മകൻ്റെ അടുക്കിലേക്ക് അല്ലേ. അപ്പൊ യോസഫ് മരിച്ചുപോയെന്ന യാക്കോബിന്റെ ചിന്ത. ആ മകൻ്റെ അടുക്കിലേക്ക്, പാതാളത്തിലേക്ക് ഞാൻ പോകും എന്ന് പറയുന്ന യാക്കോബിനെ നമ്മൾ 2 ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. 3 വാക്യങ്ങൾ ഈ യാക്കോബ് തന്നെ പാതാളത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ യെശയ്യാ പ്രവചനത്തിൽ ഹിസ്കിയാവിൻ്റെ ജീവകാലത്ത് ദൈവം 15 വർഷം കൂടെ കൂട്ടിക്കൊടുത്തു. അതിന് ശേഷം ഹിസ്കിയാ രാജാവ് പറയുന്ന കാര്യം യെശയ്യാ പ്രവചനന്റെ പുസ്തകം 38:10 നമ്മളിങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളം പൂകേണ്ടി വരുമായിരുന്നല്ലോ. ദാവീദ് സങ്കീർത്തനം പാടിയപ്പോൾ ദാവീദ് പറഞ്ഞു, സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക ധരിച്ചാൽ അവിടെയും ഹല്ലേലൂയ നിന്റെ കൈയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ദാവീദ് പാടുന്ന നമുക്ക് കാണാം. അപ്പം ഇയ്യോബ്, യാക്കോബിന്റെ മകൻ യോസഫ്, അതുപോലെ ഹിസ്കിയ ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഹിസ്കിയ രാജാവ്, ദാവീദ്, ഇവരെല്ലാം പോയത് നരകത്തിലേക്കാണോ? അല്ല, പാതാള പർദീസയിലേക്കാണ് അവർ എൻട്രി ചെയ്യുവാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന് യേശു കള്ളനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലൂക്കോസ് സുവിശേഷം 23:42 വാക്യം ഒന്ന് വേഗത്തിൽ വിളിച്ച് ഒന്ന് വായിച്ചേ. അത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം 20:17 കൂടെ ഒന്ന് എടുത്തു വെച്ചേക്കണം. യോഹന്നാന്റെ സുവിശേഷം 20:17. അതിന് മുമ്പ് ലൂക്കോസ് സുവിശേഷം 23:42. ആ ആ ആ ആമേൻ. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കള്ളൻ പോയത് എവിടെയാ? പുതിയമൻ തുടങ്ങിയോ? ദൈവസഭ മണവാട്ടി സഭ ആരംഭിച്ചിട്ടില്ല. ആ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലാ. അപ്പം കള്ളൻ പോയത് പഴയമ ഭക്തന്മാർ, അബ്രഹാം, ദാവീദ്, യാക്കോബ് എല്ലാം പോയ പഴയമ ഭക്തന്മാർ പോയ ഹല്ലേലൂയ പാതാള പർദീസയിലേക്കാ പോയത്. യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ അവിടെ പർദീസയിൽ ഇരിക്കും എന്ന് യേശു പറയാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, കള്ളൻ പോയത് അങ്ങോട്ടാ. അപ്പം ഈ കള്ളനേക്കാൾ കള്ളന്മാരുണ്ട്. സ്നാനപ്പെടാൻ പറയുമ്പോൾ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്ന് പറയും, കള്ളന്റെ പേരിൽ രക്ഷപ്പെടുന്നവരുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി പറയുക, ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പം സ്വർഗീയ പരദീസയിലേക്കാ പോകുന്നത്. അതുകൊണ്ട് കള്ളനെ കൂട്ടുപിടിച്ച് കള്ളത്തരം ദൈവത്തോട് കാണിക്കാതെ സ്നാനപ്പെടാനുള്ളവര് സ്വർഗീയ പരദീസയിൽ പോകാൻ ഒരുങ്ങിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കള്ളനുള്ളത് ലാസ്റ്റ് എൻട്രി ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ യോഹന്നാന്റെ സുവിശേഷം 20:17 കൂടെ ഒന്ന് വായിച്ചാൽ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇത് നമുക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ മറിയുടെ കരച്ചിൽ കേട്ട് അത്രയും ധൃതിയായ ആ സമയത്ത് യേശു മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മറിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് മറിയോട് പറയുന്നത്, എന്നെ തുടരുത്. അതിന്റെ കാര്യം എന്താ? ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കള്ളം പോയത് പാതാള പർദീസയിലാണെന്ന് പറയാൻ കാര്യം, സ്വർഗീയ പർദീസയിലേക്ക് യേശു മരണം കഴിഞ്ഞ് ഈ വായിക്കുന്ന നിമിഷം വരെ പോയിട്ടില്ല. ക്ലിയറായോ? പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചതിന് ശേഷം പിതാവിന്റെ അടുക്കൽ സ്വർഗീയ പർദീസയിൽ യേശു കയറി പോയിട്ടില്ല. അതുകൊണ്ട് മറിയോട് പറഞ്ഞു തുടരുന്നു. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വേണ്ട ശിഷ്യന്മാരുടെ നടുക്ക് ഇറങ്ങി വന്ന്, അല്ലെ, എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന യേശുവിനെ കാണാം. അതുപോലെ അല്ല, അവരുടെ കൂടെ ഇറങ്ങി വന്നിട്ട് തോമാച്ചൻ മാത്രം വിശ്വസിച്ചില്ല. തോമാച്ചന് കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ വിരലിട്ടോ തൊട്ടോ എന്ന് പറയുന്ന യേശുവിനെ കാണാം. ഇപ്പൊ മറിയോട് പറയുന്നത് തുടരുതെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ റീസൺ യേശു തന്നെ പറയുക, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്ക കയറി പോയിട്ടില്ല, അതുകൊണ്ട് നീ ഇതെന്നെ തുടരുത്. പ്രൈസ് ദി ലോർഡ്. യേശു എന്താ ചെയ്തത്? ഹല്ലേലൂയ. അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി പാതാളത്തിലേക്ക് ചെന്ന് പഴയ ഭക്തന്മാരുടെ ആത്മാക്കളെ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി, സ്വർഗീയ പർദീസയിലേക്ക് കൊണ്ടുപോയി. അതാണ് എഫെസ്യ ലേഖനം 4:9 ഹല്ലേലൂയ 1 പത്രോസ് 3:19 നമ്മൾ വ്യക്തമായ ആ കാര്യങ്ങൾ വായിക്കുന്നു. അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ക്ലിയറായോ? ഹല്ലേലൂയ. അവിടെ പാതാള പർദീസയിൽ നിന്ന് യേശു പറഞ്ഞ ഈ അല്ലയ ദരിദ്രനായ മനുഷ്യന്റെ, ഈ ലാസറിന്റെ ആത്മാവിനെയും ക്രൂശിക്കിടന്ന കള്ളന്റെ ആത്മാവിനെയും ഉൾപ്പെടെ ഉള്ള ആത്മാവിനെ പാതാള പർദീസയിൽ നിന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് സ്വർഗീയ പർദീസയിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇപ്പം നമ്മൾ മരിച്ചാൽ പോകുന്നത് പാതാള പരദീസയിലല്ല, നാം പോകുന്നത് സ്വർഗീയ പരദീസയിൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ ചേരും. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വേഗത്തിൽ ആ ഭാഗം ഞാൻ തന്നെ വായിക്കാം, ഇല്ലെങ്കിൽ അല്ലേ വേഗത്തിൽ ഒന്ന് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന് 19 മുതലുള്ള വാക്യങ്ങൾ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രം പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനേ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിനക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചുവെന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചുവെന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കേയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് യേശു പറഞ്ഞ സംഭവം. മലയാളം അറിയാവുന്ന നമുക്ക് അത് മനസ്സിലേക്ക് നന്നായി കയറി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. എന്നാൽ ഈ വായിച്ച ഭാഗത്ത് നിന്ന് ഈ ധനവാനായ മനുഷ്യന് ചില ഗുണങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. ഒന്ന്, സാധുക്കളോട് വളരെ കനിവുണ്ട്. ഈ ചൊറി പിടിച്ച മനുഷ്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കാണാം. അതുകൊണ്ട് ഈ ധനവാന്റെ പടിപ്പുരയിൽ അവൻ കിടന്നത്. എടാ, ഇത്രയും ഋണം നിറഞ്ഞ ഒരു മനുഷ്യനെ പടിപ്പുരയെ കിടത്തത്തക്ക രീതിയിൽ, താമസിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ഹൃദയവിശാലത അവനുണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വിരൽ ചൂണ്ടുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുമ്പം നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. നമ്മൾ തന്നെ അല്ലേ, ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ കൈക്കൊള്ളുവോ? 2, അവൻ ആഹാരം വേണമെങ്കിൽ ചിലപ്പം തലേദിവസത്തെ അതിൻ്റെ മുമ്പിലത്തെ ദിവസത്തെ വല്ലതും കൊണ്ടുവന്ന് കൊടുത്ത് പോരാമ. പക്ഷേ അന്ന് ചുട്ട അവൻ്റെ മക്കൾ കഴിക്കുന്ന അതേ അപ്പം അവൻ്റെ ടേബിളിൻ്റെ താഴെ നിന്ന് കഴിക്കാൻ അനുവാദം കൊടുത്തു. നമ്മളോ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ കരുണയുള്ള മനുഷ്യൻ. ഒന്ന്, അവൻ സാധുക്കളോട് മനസ്സൊലിവുള്ള മനുഷ്യൻ. 2, അവന് സഹോദര സ്നേഹം ഉണ്ടായിരുന്നു, അസൂയയില്ലായിരുന്നു. അവൻ 5 സഹോദരന്മാരുണ്ട്. എടാ, അവനെ മനസ്സിലായി, ഞാനോ പെട്ടുപോയി, ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇപ്പം കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാനോ പെട്ടുപോയി. എടാ, അവരെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കാൻ, ഇത് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരും കൂടെ പെടട്ടെന്ന് വിചാരിച്ച് പറയുന്നവരുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് ഒരു അസൂയയില്ലായിരുന്നു. അവൻ്റെ മേൽ ഉള്ളിൽ നല്ല സഹോദര സ്നേഹമുണ്ട്. ഞാനോ പെട്ടു, ഇനി അവരെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കാൻ ഈ ലാസറിനെ ഒന്ന് അയക്കണമേ. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പം അന്ന് 27 സ്റ്റേറ്റും കണ്ട, ആ 27 സ്റ്റേറ്റിൽ നിന്ന് ഞണ്ടിനെ പിടിച്ചിട്ട് ഈ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും, സംഭവമായിരിക്കും. അപ്പോൾ ഈ ഷിപ്പിൻ്റെ അകത്ത് വെച്ചപ്പം സായിപ്പ് ഈ ഭരണിക്കകത്താണ് കൊണ്ടുപോയി. ഭരണിയുടെ മൂടിയിടാൻ മറന്നുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കേരളത്തിൽ നിന്ന് കയറ്റിവിട്ട ഞണ്ടൊഴിച്ച് ബാക്കി എല്ലാ ഞണ്ടും ഓടി രക്ഷപ്പെട്ടു പോയി. ഇതെന്താ സംഭവം നോക്കാൻ സായിപ്പ് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു ഞണ്ട് മേലോട്ട് കയറും, മറ്റേ ഞണ്ട് പിടിച്ച് താഴോട്ടിടും. ഒരു ഞണ്ട് പോലും രക്ഷപ്പെട്ടു പോയില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെയൊക്കെയുള്ള നാട്ടിലുള്ള നമുക്ക് സഹോദര സ്നേഹം എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഈ ധനവാനെ സംബന്ധിച്ച് അവന് സഹോദര സ്നേഹം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്നു അവൻ എൻ്റെ സഹോദരന്മാർ വരാതിരിക്കാൻ, സുവിശേഷം അറിയിക്കാൻ അവന് വിടാൻ എന്ന് പറഞ്ഞല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ കുടുംബ പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇവൻ്റെ ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ തന്നെ ജനിച്ചവനാ. നമ്മൾ യേശുവിൻ്റെ അടുക്ക് വന്ന ഒരു 18 വർഷമായിട്ട് കൂനപ്പെട്ടി കെട്ടപ്പെട്ട ഒരു സ്ത്രീയോട് പറഞ്ഞത് ഇവളും അബ്രഹാമിൻ്റെ
ഭവനത്തിലുള്ളതെന്ന് പറഞ്ഞ് യേശു അവളെ സൗഖ്യമാക്കി വിട്ടു എന്ന് പറയുന്ന പോലെ ഇവൻ വിളിക്കുന്ന വിളിയെല്ലാം കേട്ടോ. അബ്രഹാം പിതാവേ. അബ്രഹാം ഒന്നും പറഞ്ഞില്ല. അവൻ്റെ കുടുംബത്തിൽ കൊച്ചുമക്കളുടെ എണ്ണം നോക്കിയാൽ അത് കൂട്ടത്തിലെങ്ങാണ്ടുള്ളതാ, പാരമ്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാമും തിരിച്ചു മകനെ എന്ന് പറഞ്ഞിട്ടാ അല്ലെ അഭിസംബോധന ചെയ്തിട്ട് അവനോട് മറുപടി പറയുന്നത്. അപ്പം കുടുംബ പാരമ്പര്യം ഒന്നും നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകത്ത് ഇരിക്കുമ്പോൾ ശരീരത്തിൽ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാണ് നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത്. ഹല്ലേലൂയ. കുടുംബ പാരമ്പര്യം നമ്മളെ രക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ അവന് ഈ ധനവാന്റെ കാര്യം പറയുമ്പോൾ സംസ്കാരം നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദരിദ്രനെ എവിടെയെങ്കിലും കുഴിച്ചു, അല്ലേ ലാസറിനെ എവിടെയെങ്കിലും കുഴിച്ചിട്ട് കാണും. പക്ഷേ ഇവൻ്റെ അടക്കം നടന്നു. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ശവടക്കം കിട്ടിയെന്ന് വിചാരിച്ച് നിത്യതയെ പോകണമെന്നില്ല. ആ ശവടക്കിന് ശേഷം ചൊല്ലി മേളോട്ട് കയറ്റാനും പറ്റില്ല. ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് മറ്റൊരു സ്ഥലമില്ല. നമ്മൾ ശരീരം വിട്ടാൽ അല്ലെ ഈ രണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ ചെല്ലും. ഇത് പറയാനാണ് യേശു ഈ ഉപമ പറയുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അവൻ അവിടെ ചെന്നപ്പോൾ അവൻ്റെ പ്രൗഢിയെല്ലാം അങ്ങ് പോയി, അല്ലേ. ദാഹിച്ചപ്പം അവൻ്റെ വാതിൽക്കൽ കിടന്ന ലാസറിൻ്റെ വിരലെങ്കിലും മുക്കി എൻ്റെ നാവൊന്ന് അടുപ്പിക്കാൻ ആ കയ്യും നാവേ വെക്കാൻ. നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ കിടന്ന് ചത്താലും വേണ്ടൂല്ല അവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ പ്രൈസ്. എന്തെല്ലാം വാശിയ പലരുടെയും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ധനവാൻ അങ്ങ് എന്നപ്പം പോയി. പ്രൈസ് ദി ലോർഡ്. അവന് അങ്ങനെ സംസാരിക്കുന്നു. അതുപോലെ ഹല്ലേലൂയ അവൻ്റെ വീട്ടിൽ പ്രൈസ് ദി ലോർഡ് അറ്റ്ലീസ്റ്റ് ഒരു ബൈബിളുണ്ട്. പഴയ പ്രമാണമാണല്ലോ അന്ന്. അതാ പറഞ്ഞ മോശയും പ്രവാചകന്മാരോടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം അവൻ്റെ വീട്ടിൽ ഈ പ്രമാണം ഉള്ളുകയും അവൻ കേൾക്കുകയും ഒക്കെ ചെയ്തവനാണ്. പക്ഷെ അനുസരിക്കാൻ കഴിഞ്ഞില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന വചനം നമ്മളെ ന്യായം വിധിക്കാൻ ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങേ എന്ന ഒരുത്തൻ ഇറങ്ങി വരികയോ അവൻ തന്നെ തിരിച്ചു വരികയോ വന്ന് സുവിശേഷം പറയണ്ട. ഇവിടെ ഹല്ലേലൂയ ഗുനേ പാസ്റ്ററും എർബർട്ട് പാസ്റ്ററും ആൻഡ്രി പാസ്റ്ററും ഒക്കെ ഉണ്ടല്ലോ. മനസ്സിലായോ? ഇന്നത്തെ ഭാഷയെ പറഞ്ഞ അവരൊക്കെ ഉണ്ടല്ലോ. വചനവും കയ്യിലുണ്ടല്ലോ, അല്ലേ. ആ പഴയമ്മ മാത്രമല്ല, പുതിയമ്മവും കൂടെ എഴുതി സുവിശേഷം, ചരിത്രം, ലേഖനം എല്ലാം എഴുതി കൈ തന്നിട്ടുണ്ടല്ലോ. നീ ഇത് കേട്ടാൽ മതി. ഇനി ഇവിടുന്ന് ഒന്നുകൂടെ ഒരുത്തം പോയിട്ട് പറഞ്ഞ് ഗുണപ്പെടാൻ നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു പദ്ധതി സ്വർഗത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ധനവാന്റെ ഹല്ലേലൂയ അല്ലേ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ സംഭവം യോഗമുണ്ട്. സഹോദരന്മാർ തമ്മിൽ ഭയങ്കര ഐക്യമാണ്. ഇപ്പം 6 പേരിൽ ഒരുത്തൻ അവിടെ, ബാക്കി 5 സഹോദരന്മാർ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇവന്മാരുടെ അടുക്കെ പോയി അല്ലേ പറയാൻ വിടുമ്പം ചില വീട്ടിൽ ഉപദേശിയെ പോലും കയറ്റത്തില്ല. ഇവിടെ ഉപദേശിയെ കയറ്റും. അതുകൊണ്ടാണല്ലോ ലാസർ പോയി അവരോട് സംസാരിക്കാനായിട്ടല്ലേ. അപ്പോൾ അവർക്ക് യോഗമുണ്ട്, യോഗത്തിൽ സാക്ഷിയുണ്ട്. ഇത് പറയാൻ ലാസറിനെ ഒന്ന് വിടണേ എന്ന് പറഞ്ഞപ്പോൾ ഈ സംഭവം എല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ വചനമുണ്ട്, യോഗമുണ്ട്, സാക്ഷ്യത്തിന് സമയമുണ്ട്. ഇവർ പറഞ്ഞാൽ കേൾക്കും. ഇവരെല്ലാവരും കൂടെ കൂടി വരും. ഈ സംഭവം എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അവരുടെ വീട്ടിലില്ലായിരുന്നു. രണ്ടാമത് ഈ ധനവാനുള്ള ദോഷം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് പുള്ളി പ്രാർത്ഥന തുടങ്ങിയത്. അതും പ്രാർത്ഥിച്ച ആളും തെറ്റിപ്പോയി. അബ്രഹാം പിതാവിനോടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവമക്കളെ, ദൈവം തന്ന ഈ ആയുസിൽ ഈ ലോകത്ത് വെച്ചേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ ചെന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രയോജനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതും ദൈവത്തോട് വേണം നീ പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥന്മാരോടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനവുമില്ല. അല്ല, മരിച്ചവർക്ക് ഹല്ലേലൂയ അതിന് മീഡിയേറ്ററായി നിൽക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. പക്ഷേ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതും കൂടെ ഓർമ്മിപ്പിക്കാനാണ് യേശു ഈ കഥ നമ്മളോട് പറയുവാൻ ഇടയായി തീർന്നത്. 2 ഹല്ലേലൂയ അവന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അവൻ പറയുന്നു, അല്ലെ അവരും അവൻ്റെ സഹോദരന്മാരോട് പറയണം അവർ മാനസാന്തരപ്പെടട്ടെ. അവരെങ്കിലും മാനസാന്തരപ്പെട്ട്, അല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഇവന് മാനസാന്തരപ്പെടാൻ ഒരു അവസരം കിട്ടിയില്ല. വചനം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു, അവനെ അറിയാമായിരുന്നു. അല്ലെ മോശയും പ്രവാചകന്മാർ പറഞ്ഞത് അല്ലെങ്കിൽ വചനം പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് റിസീവ് ചെയ്യാനോ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനോ അവന് കഴിഞ്ഞില്ല. ആ മാനസാന്തര അനുഭവം ദൈവമക്കളെ ഏറ്റവും വലുത് അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, റിക്വസ്റ്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് മാത്രം ഏറ്റവും കാതലായത് അവൻ നഷ്ടപ്പെടാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൈസ് ദി ലോർഡ് അവിടെ ചെന്നിട്ടൊരു ചേഞ്ച് ഇല്ല. ഇവിടെ വെച്ച് വേണം നാം തീരുമാനിക്കാൻ
നിത്യതയിൽ ചെല്ലാൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ കോടാനുകോടികൾ ഒരിക്കലും തീരാത്ത നിത്യതയിൽ എവിടെ ആയിരിക്കണമെന്ന് നാം തീരുമാനിക്കുന്നത് നൊടി നേരത്തേക്കുള്ള നമ്മുടെ ഭൂമിയിലെ വാസത്തിലാണ്. അതിൽ നാം പ്രിപ്പയർ ആകുകയും ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. ഹല്ലേലൂയ. യേശു യോഹന്നാൻ സുവിശേഷം 14 പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കിയ നല്ല വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ധനവാനായ മനുഷ്യനെ പോലെ നിത്യ നരകത്തിലേക്ക്, അവൻ യാതനാസ്ഥലത്താണ് അവിടെ കിടന്നത് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം, യാതനാസ്ഥലം എന്ന് പറഞ്ഞാൽ ചൂടടിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തൊണ്ട പറ്റിയതല്ലേ. പക്ഷേ അതിന് ശേഷം അവന് ഇടുന്നൊരു സംഭവമുണ്ട്. ഏറ്റവും പുറത്തുള്ള ഇരുട്ടായ അഗ്നി നരകത്തിലേക്ക് അവൻ വീഴാൻ പോകുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു താൽക്കാലിക സ്ഥലത്താണ് അവനെയും അവിടെ ഇട്ടിരിക്കുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് പഠിക്കാം. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ വിശദീകരണം പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്ക് എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 39 വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം, അപ്പൊ എബ്രായ ലേഖനം 11 അധ്യായം എന്താണെന്ന് നമുക്കറിയാം. വിശ്വാസ വീരന്മാരെ കുറിച്ച് നീണ്ടൊരു പട്ടിക പൗലോസ് എഴുതി വന്നിട്ട് പ്രൈസ് ദി ലോർഡ് അവസാനത്തെ 2 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ വെയിറ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആരാ? നമ്മളെ പോലെ നോർമൽ ജീവിതം നയിച്ചവരല്ല. ദൈവത്തിനു വേണ്ടി രക്തസാക്ഷി മരണം വരിച്ചവർ ഉൾപ്പെടെ വിശ്വാസത്തോടെ ജീവിച്ച പഴയ ഭക്തന്മാർ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്നും മുൻകൂട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടിയ ഒരു സംഭവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ട് ഒരു ദിവസം ഒരു വിധി ദിവസമുണ്ട് അല്ലേ? ന്യായവിധിയുടെ ദിവസമുണ്ട്. അന്ന് ദുഷ്ടത പ്രവർത്തിച്ചവർ, യേശുവില്ലാത്തവർ, യേശുവിനെ അനുസരിക്കാത്തവർ, യേശുവിനെ തള്ളിപ്പറഞ്ഞവർ ആ നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ നമുക്കും ഒരു വിധിയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിച്ചതുപോലെ കലാവേദിയുടെയൊക്കെ മത്സരം നടന്നിട്ട് ഏറ്റവും അവസാന ദിവസം പ്രതിഫലം കൊടുക്കുന്നതിനനുസരിച്ച് അല്ലേ, നമുക്ക് ലഭിച്ച പോയിന്റ് അനുസരിച്ച് ട്രോഫി വാങ്ങിക്കാൻ നമ്മൾ നിൽക്കുന്നത് പോലെയുള്ള പ്രതിഫലം വാങ്ങുന്ന ദിവസമാണ്. അത് നമ്മുടെ കിരീടം ശോഭിക്കുവാൻ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇവിടെ ചിലരെയെങ്കിലും കർത്താവിന് വേണ്ടി നേടുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരു പുനരുദ്ധാന ദിവസമുണ്ട്. അതിലേക്ക് നമ്മൾ എൻട്രി ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിത്യതയിലേക്ക് ചേരപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ അന്ന് പ്രൈസ് ദി ലോർഡ് അവരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ എന്നുള്ള വികാരമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കവരെ തിരിച്ചറിയാൻ കഴിയും. അന്ന് നാം എത്ര പേരെ നേടിയിട്ടുണ്ടെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. ദൈവമക്കളെ അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവിക പ്രതിഫലം പറ്റുവാൻ നമുക്കിടയായിത്തീരും. നമ്മുടെ പ്രത്യാശ അതാണ്. ഞാൻ ആദ്യം ഓർമ്മിച്ചതുപോലെ നമ്മുടെ മരണമോ കർത്താവിൻ്റെ വരവോ ഏത് സമയത്തും സംഭവിക്കാം. പക്ഷേ നമ്മൾ എവിടെയായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ചില ദിവസങ്ങൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഫലം വാങ്ങിക്കാൻ ഞാനും നിങ്ങളും എല്ലാം ഒരു ദിവസം നിൽക്കേണ്ടതാണ്. അന്ന് നമ്മുടെ മുഖം ലജ്ജിച്ചു പോകാതിരിക്കാൻ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെയും നോക്കി നാം ഹല്ലേലൂയ ഓടുന്നെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ ആ പുനരുദ്ധാനം നമുക്കുള്ളതാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവന് ഈ ഒരു മരണമില്ല. പ്രൈസ് ദി ലോർഡ്. നാം വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടെയാണെന്നുള്ള പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ആബ്സെന്റ് ആകുമ്പോൾ അവിടെ നമ്മൾ പ്രസന്റ് ആകും. പ്രൈസ് ദി ലോർഡ്. അതിനിടയ്ക്ക് ഒരു സ്ഥലമില്ല. നാം മരിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് അല്ലെ നമുക്ക് നിത്യത പ്രാപിക്കാനുള്ള സിസ്റ്റം അത് വെറും വ്യർത്ഥമാണ്. ദൈവവചനത്തിൽ അങ്ങനെ വ്യവസ്ഥയില്ല. അതുകൊണ്ട് നല്ലൊരു ഓട്ടം ഓടുവാൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം പാകുവാൻ നമ്മളെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രത്യാശയുടെ ഒരു പാട്ട് നമുക്ക് പാടാം. പ്രതിഫലം. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വിതയ്ക്കാനുള്ള സമയം കൂടിയാണ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും
നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. വരും വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാൻ അതിൽ ദൂതരുമാ. വരും വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാൻ അതിൽ ദൂതരുമാ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പായി സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പായിലും സ്ഥാപിതമാക്കിടുവാൻ. കാലമെല്ലാം കഴിയും. ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും. ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ